രവിയേട്ടനിപ്പോ എങ്ങനെയുണ്ട്? मारा तो हट का चमड़ा देखा से जो इन्हें दुख छाई മേലിഞ്ഞ് ഉണങ്ങി എല്ലും തോലുമായിട്ട് കണ്ട ആർക്ക് സങ്കടം വരും. നീ എങ്ങനെയായിരിക്കുന്നത്? മമ്മി ഉണ്ടാക്കി തന്ന മധുരം എല്ലാം കഴിച്ച് കഴിച്ച് തടിച്ച് വീർത്ത്. ഇവിടെ മട്ടാഞ്ചേരിയിലൊക്കെ കണ്ടിട്ടില്ലേ ചില ഗുജറാത്തി പെമ്പിള്ളേരെ? അതുപോലുണ്ട്. പിൻഭാഗമൊക്കെ തള്ളി മുൻഭാഗമൊക്കെ പോടുന്നു. എന്റെ മോൾ എങ്ങനെ ഇരുന്നാൽ എനിക്കിഷ്ടം. ഒരുപാട് 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 ഇഷ്ടം. ഏയ് എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ ഈ സ്ഥലം മാറ്റം പോലും എന്നെ കാണാനുള്ള ആവേശം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ വന്ന് എന്നെ കുറിച്ച് അറിഞ്ഞപ്പോ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നങ്ങളെല്ലാം വെറുതെയായി എന്ന് തോന്നി അല്ലേ? പിച്ച വെച്ച നാൾ മുതൽ ഒരുമിച്ച്, പിരിഞ്ഞപ്പോൾ കത്തുകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, അടിവരയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ള പുസ്തകങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് നമ്മൾ അറിഞ്ഞില്ലേ? ഞാൻ എത്തിച്ചേർന്ന ഇടങ്ങളും ആയിത്തീർന്ന അവസ്ഥകളൊക്കെ കാണുമ്പോ വീണ്ടും ഒന്നിൽ നിന്ന് ആരംഭിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ജീവിതം ഒന്നല്ലേ ഉള്ളൂ രവിയേട്ടാ. സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. എന്നാ തമ്മിലൊന്ന് കാണുക. നീ ആഗ്രഹിക്കുമ്പോ നിന്റെ അരികിൽ ഞാൻ ഉണ്ടാവില്ലേ? അല്ലേ? ഉണ്ടാവുമ്പോളെ. ഓക്കെ ഓക്കെ. ഹലോ. ആഹാ, ആര്? പോലീസോ? എവിടെ പോയിട്ട് വരുന്നു? നാട് വരെ ഒന്ന് പോയതാ. കുഞ്ഞൻ വൈദ്യരെ കണ്ടിച്ചിട്ട് എണ്ണ വാങ്ങാൻ. അന്നത്തൊരു ഇടിയേ നെഞ്ച് കലങ്ങിപ്പോയി. ആരുടെ? എന്റെ. അല്ല, എന്താ ദീപാരാധന കഴിയണേനും പറഞ്ഞത്? കണ്ണ് തെറ്റിയ കട്ടോണ്ട് പോണ കാലമല്ലേ. സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്താന്ന് കരുതി. അങ്ങനെ അങ്ങ് ചുമ്മാ പേടിച്ചാലോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അത് തന്നെ എന്റെ പ്രധാന പേടി. രാധമോള് പേടിക്കണ്ട കേട്ടോ. IPS 1ാം റാങ്ക്, പ്രശസ്ത സേവനത്തിന് ഒരു പ്രാവശ്യം പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ, ഇതൊക്കെ കിട്ടിയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. മനസ്സ് വിഷമിപ്പിക്കാതെ വണ്ടി കയറ്. വേണ്ട വേണ്ട. ഒന്നാമത് പോലീസുകാരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാൽ തന്നെ വലിയ ക്രിമിനലും ആണെന്ന് വിചാരിക്കും. കൂടെ വരുന്നില്ലേ വേണ്ട, അത് പോട്ടെ. കുടുംബത്തിൽ പറഞ്ഞ ആമ്പിള്ളേരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചങ്കി കുത്തണ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ. ആരൊക്കെയുണ്ട് സാറിന്റെ കുടുംബത്തില്? ആരൊക്കെ വേണം? കല്യാണം ഒന്നും കഴിച്ചില്ലേ? മൂത്ത് മരിച്ചാ പിന്നെ ഒരുത്തേം കിട്ടില്ല കേട്ടോ. ഇല്ല, വഹിക്കുന്നില്ല. അടുത്ത തിങ്കളാഴ്ച ഞാൻ അച്ഛനും അമ്മയും വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ സാധുക്കളാ കേട്ടോ. നിന്റെ ഈ ഉണ്ടക്കണ്ണുരുട്ടി അവരെ പേടിപ്പിച്ചു കളയരുത്. ഈ നഗരത്തിന്റെ ചൂടും ചൂരും പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിക്കുവാൻ ഈ തെരുവിന്റെ ഭാഗമായി തീർന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. വിശപ്പടക്കാൻ ഒരു നേരത്തെ അന്നത്തിന്, മാനം മറയ്ക്കാൻ ഒരു ചീന്ത വസ്ത്രത്തിന് വേണ്ടി സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെഞ്ചോട് അടുക്കി പിടിച്ച് എന്നോ എവിടെ നിന്നോ കടന്നു വന്നവരാണ് നിങ്ങൾ. ആരും സഹായിക്കാനില്ലാതെ, സഹതപിക്കാനില്ലാതെ ഈ തെരുവിന്റെ ഭാഗമായി നിങ്ങളിന്ന് ജീവിക്കുന്നു. ചൂട് ചോറ് സ്വപ്നം കണ്ട് കൊടും പട്ടിണിയിലേക്ക് ഉറക്കമുണരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടുങ്ങിയ ഓടകളും പൊട്ടി ഒലിക്കുന്ന പൈപ്പുകളും കത്താത്ത തെരുവ് വിളക്കുകളും സമ്മാനങ്ങളാവരുത്. നഗരസഭയും സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി 10 സെന്റ് സ്ഥലവും അതിലൊരു വീടും പതിച്ചു തരുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കുടിലിന് പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ പേർ നഗരത്തിലേക്ക് വീണ്ടും കുടിലുകൾ കെട്ടാനെത്താതിരിക്കണം. മഹാത്മജി വിഭാവനം ചെയ്ത പോലെ ഗ്രാമങ്ങളിൽ നമ്മുടെ ഇന്ത്യ മരിക്കാതിരിക്കണം. ബഹുമാനപ്പെട്ട മേയറുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും. നഗര ശുചീകരണത്തിന്റെ ഭാഗമായ ഈ പ്രവൃത്തി ഒരു നല്ല കാര്യമായി എനിക്കും തോന്നി. ഇതിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി ഈ നഗരസഭയോട് സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.
രവിയേട്ടനല്ലാതെ ദേവേന്ദ്രന്റെ അപ്പം മുത്തുപെട്ട് വന്ന് പറഞ്ഞാലും അവന്മാർ സമ്മതിക്കില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാവും. രവിയേട്ടാ, അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഒരാളൊന്ന് പറഞ്ഞു. അമ്മേ, എന്ത് പറ്റി? സുഖമില്ലേ? ചെറിയൊരു തലകറക്കം. ആരാ ഇത്ര വലിയ കാര്യാക്കിയത്? ഞാൻ തന്നെയാ. ബഹുജന മുന്നണിയുടെ മുന്നേറ്റത്തിന്റെ ഇടയിൽ നിന്ന് ഇവനെ ഒന്ന് തനിച്ച് കിട്ടുമെന്ന് അറിയണമല്ലോ. മനസ്സിലായി, ഉദ്ദേശം ശരിക്കും മനസ്സിലായി. രവി എന്നോടൊപ്പം സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ കാര്യം? തെളിയിക്കപ്പെടാത്ത കൊലപാതകങ്ങൾ, നിയമലംഘനം, സ്വന്തം കാര്യത്തിനായി ജനങ്ങളെ പ്രകോപിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ നിങ്ങൾ ഈ പറയുന്ന രക്ഷപ്പെടുത്തൽ. ചാർജുകളൊന്നും എന്റെ അറിവിലുള്ള കാര്യങ്ങളല്ല. വേണ്ട വേണ്ട, ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. അതെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. കാരണം എന്റെ വീടായതുകൊണ്ട്. നിങ്ങളുടെ വീടോ? അതേടാ, ആഡിയോ ഹരിയുടെ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞു എന്നൊരൊറ്റ കാരണം മതി 6 മാസം നീ അഴിയണ്ണാൻ. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. മിസ്റ്റർ വിഷ്ണു, അറസ്റ്റ് ചെയ്യും. ക്രിമിനൽ മൈൻഡുള്ള ഒരു പ്രതി ഏത് നിമിഷവും എന്ത് അവിവേകം വേണമെങ്കിലും കാണിക്കാം. ഹരി, നീ എന്തൊക്കെയായി പറയണത്? നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഇത് കാര്യമില്ല. ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ആഡിയോയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസറും തമ്മിലുള്ള ചർച്ചയാണ്. മിസ്റ്റർ വിഷ്ണു, നമ്മൾ പരസ്പരം കുഞ്ഞുനാൾ മുതൽ അറിഞ്ഞവരാണ്. ബിരുദം നേടിയില്ലെങ്കിലും നിയമത്തിന്റെ വശങ്ങളും അതിന്റെ സാധ്യതകളും ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇന്ത്യയിൽ നിയമം ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കും, പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ വഴിക്കും. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും വഴി ഈ തെരുവിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ വരും വരായികകൾ അറിയാനുള്ള ബുദ്ധിയും അത് നേരിടാനുള്ള കരുത്തും ഞാൻ നേടിയിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും നീതിന്യായ വ്യവസ്ഥിതികൾ പാലിക്കുകയും ചെയ്യേണ്ട പോലീസ് അറിഞ്ഞുകൊണ്ട് അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് സ്വയം എടുത്ത് ചാടുമ്പോൾ, അതിന് ഭരണാധിപ വർഗം കൂട്ടുനിൽക്കുമ്പോൾ, സ്വന്തം സമ്മതിദായത്തിലൂടെ അവർക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണം എറിഞ്ഞുകൊടുത്ത ജനങ്ങൾ സ്വയം ലജ്ജിക്കുകയും ഒരു പ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ടോ? മിസ്റ്റർ ഓഫീസർ, ബഹുമാനപ്പെട്ട ഹാർഡിയോയുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് എന്നെ വിലങ്ങ് വയ്ക്കാം. ജനങ്ങളെ അനുസരിപ്പിച്ച് മാത്രം ശീലമുള്ള നിങ്ങൾ ജനങ്ങളെ അനുസരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിലങ്ങ് വെച്ചോളൂ.